യോടെ നമുക്കായിരിക്കും. കർത്താവിന്റെ ഏകവും പരിശുദ്ധവുമായ നാമത്തെ ഞാൻ ഈ രാത്രി സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും പ്രായഭേദം കൂടാതെ ക്രിസ്തീയ വന്ദനങ്ങളെ ഞാൻ അറിയിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് അല്പസമയം ആയിരിക്കാം. ദൈവത്തിന്റെ വചനം നമുക്ക് പല നിലകളിൽ വചനത്തെ ഉപമിച്ച് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ മനസ്സിലാക്കുന്നതിൽ ദൈവവചനത്തിന്റെ ആദ്യത്തെ ഉപമാനം, ആദ്യത്തെ സാദൃശ്യം വിത്തുമായിട്ടാണ്. ദൈവവചനം വിത്തായിട്ടാണ് എന്ന് പറഞ്ഞാൽ പുതിയ ജീവൻ കൊടുക്കാൻ, പുതിയ ജന്മം നൽകാൻ, സ്തോത്രം, ദൈവത്തിന്റെ വചനത്തിന് കഴിയും. ദൈവവചനത്താലുള്ള വീണ്ടും ജനനം, സ്തോത്രം. The word as the seed can beget people into the family of God. There are many different analogies for the word of God within the word. Okay, the Bible itself speaks differently in the sense using many different analogies, metaphors, or the Bible compares itself with many things, and one of those is seed. What can the seed do? It can give new birth. It can give new birth. ദൈവത്തിന്റെ വചനം, സ്തോത്രം, ദൈവവചനത്തെ പല കാര്യങ്ങളോട് ഉപമിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ സംഗതി ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കാറുള്ളത്, വിത്തുമായിട്ടാണ് വചനത്തിന്റെ ഒന്നാമത്തെ ഉപമാനം. വീണ്ടും ജനനം നൽകുവാൻ ദൈവത്തിന്റെ ഭവനത്തിൽ ഇതുവരെയും ജനിച്ചിട്ടില്ലാത്തവർക്കായി ദൈവത്തിന്റെ വചനം വിത്തായിട്ട് പരിണമിക്കുന്നു. സ്തോത്രം. അതേ തുടർന്ന് നാം കാണുന്നത് അത് നിർമ്മലമായ പാലായിട്ടാണ്. സ്തോത്രം. വീണ്ടും വിത്തിനാൽ വീണ്ടും ജനിച്ച, വിത്തെന്ന വചനമായ വിത്തിനാൽ ദൈവത്തിന്റെ വീട്ടിലേക്ക് വീണ്ടും ജനിച്ചവരെ രക്ഷയിൽ വളർത്തുന്ന നിർമ്മലമായ പാലാണ്. സ്തോത്രം. യെസ്, മിൽക്ക്. ദാറ്റ്സ് ഓൾസോ വെരി പ്യുവർ മിൽക്ക്. പ്യുവർ മിൽക്ക്, നിർമ്മലമായിട്ടുള്ള പാൽ. സ്തോത്രം. അതും പോരാ, അത് ശിശുക്കൾക്കാ, വീണ്ടും ജനിച്ചങ്ങോട്ട് വീണവർക്കാ. എന്നാൽ വളരുന്ന യൗവനയുക്തരായ, രക്ഷയിൽ വളരുന്ന, ആത്മീയത്തിൽ വളരുന്നവർക്ക് പാല് പോരല്ലോ. അവർക്ക് ഇതേ വചനം തന്നെ കട്ടിയായിട്ടുള്ള ആഹാരമാണ്, സോളിഡ് ഫുഡാണ് അവർക്ക് വേണ്ടി. പിന്നെ ഇതിനെ ഹണി, തേനായിട്ടും പറയുന്നുണ്ട്. തേൻ ഒരു മെഡിസിൻ, ഔഷധമാണ്. സ്തോത്രം. അപ്പോൾ ദൈവവചനം ഒരു പാപിക്ക് ദൈവഭവനത്തിലേക്ക് വീണ്ടും ജനനം നൽകാനും, വീണ്ടും ജനിച്ച ആത്മീയ ശിശുക്കളെ രക്ഷയിൽ വളർത്തുവാനും, വളരുന്ന ആത്മീയ ആരോഗ്യമുള്ളവർക്ക് കട്ടിയായ ആഹാരമാകാനും, പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഔഷധമായി അത് സൗഖ്യമാക്കുന്ന ഒരു മാധ്യമമായും
തീരത്തക്കതുപോലെയുണ്ട്. വേറെ ഒത്തിരി ഉപമാനങ്ങളുണ്ട്. യെസ്, സ്വേർഡ് ആയിട്ടുണ്ട്, ഫയർ ആയിട്ടുണ്ട്, ഹാമർ ആയിട്ടുണ്ട്. അതെല്ലാം ഉണ്ട്. അങ്ങോട്ട് ഞാൻ ഇപ്പോൾ പോകുന്നില്ല. സ്തോത്രം. ഇത്രയും ഞാൻ പറഞ്ഞത്, ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം നാം കേൾക്കുമ്പോൾ വീണ്ടും ജനിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ജനനം നൽകട്ടെ. ആത്മീയ ശിശുതുല്യരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് രക്ഷയിൽ വളരുവാൻ ഇത് സഹായകരമാകട്ടെ. രക്ഷയിൽ വളർച്ച പ്രാപിച്ചവർക്ക് കട്ടിയായിട്ടുള്ള ആഹാരവും ഏതെങ്കിലും ആത്മീയ പിശകുകളിൽ അകപ്പെട്ടവർക്ക് ഇത് ഔഷധവുമായി തീരട്ടെ എന്ന് തിരുസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ. The word of God is compared with seed of God, which can give new birth. The word of God is compared with pure milk, which can be helpful for spiritual babes to grow in salvation and relationship with Christ. Again, thirdly, the word of God is compared with solid food, which is capable enough for spiritually healthy people to get them matured in Christ. So also the word speaks of itself as honey, which can serve as a medicine to cure us from all sorts of infirmities and deformities spiritually. And therefore, let the word do its work in each and every one of us, even tonight. ഇന്ന് രാത്രിയിലും ആ ദൈവത്തിന്റെ വചനം അതാതിൻ്റെതായ രീതിയിൽ നമ്മിൽ പ്രവർത്തിക്കുമാറാകട്ടെ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. നമുക്കും പ്രാർത്ഥനയോടെ പിന്നെയും തിരുവെഴുത്തുകളിലേക്ക് തിരിയാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചിന്താവിഷയം. സ്തോത്രം. ഇന്ന് നാം അതിന്റെ അടുത്ത വാക്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. 11-ാമത്തെ വാക്യം വായിക്കാം. വേഴ്സ് നമ്പർ 11 പ്ലീസ്. Give us today our daily bread. Yeah, again. Done? Yes, next Okay. verse. And forgive us our debts as we also have forgiven our debtors. And lead us not into temptation, but deliver us from the evil one. Praise God. Stotram. So far, the prayer was your name, your kingdom, your will. Now, the term is reversed. Our. From your, now it's our. ഇതുവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് നിന്റെ നിന്റെ എന്നായിരുന്നു. ഇവിടെ പ്രാർത്ഥിക്കുന്നത്, സ്തോത്രം, ഇവിടെ പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഞങ്ങളുടെ, ഞങ്ങളുടെ. സ്തോത്രം. ഞങ്ങളുടെ. അപ്പോൾ ദൈവത്തിൻ്റെതിൽ നിന്ന് നമ്മുടേതിലേക്ക് ഇപ്പോൾ ശ്രദ്ധ തിരിക്കുകയാണ്. നാം ഇതുവരെ പറഞ്ഞിരുന്നത് ദൈവത്തിൽ നിന്ന് തുടങ്ങുക, ദൈവത്തിൻ്റെതിന് 1-ാം സ്ഥാനം നൽകുക, ദൈവത്തിനും ദൈവിക വിഷയങ്ങൾക്കും പ്രാഥമികത നൽകുക. സ്തോത്രം. നമ്മൾ തുടക്കത്തിൽ ചിന്തിച്ച ഒരു കാര്യമാണ്,
ദൈവത്തിന് നാം പ്രാഥമികതയും പ്രാധാന്യവും നൽകിയാൽ, അല്ലെങ്കിൽ ദൈവത്തിന് അർഹമായ സ്ഥാനം നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയിലും എല്ലാ മണ്ഡലങ്ങളിലും നൽകിയാൽ, നമുക്ക് ഉള്ള മറ്റു കാര്യങ്ങളെയൊക്കെ ഇരിക്കേണ്ട സ്ഥാനത്ത്, വെക്കേണ്ട സ്ഥാനത്ത് ഇരുത്താനും വയ്ക്കാനും ദൈവത്തിന് എളുപ്പമായിരിക്കും. സ്തോത്രം. പലരുടെയും ജീവിതം ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കാനുള്ള കാരണം ദൈവത്തെ മാനിക്കേണ്ടതുപോലെ മാനിപ്പാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആവർത്തിക്കുന്നു, പലരുടെയും ജീവിതം കുഴഞ്ഞു മറിഞ്ഞു കിടക്കാനുള്ള കാരണം ദൈവിക വിഷയങ്ങളെ നമ്മൾ ക്രമീകരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ പ്രാഥമികതകളിലും പ്രാധാന്യതകളിലും ദൈവിക വിഷയങ്ങൾക്ക് നാം സ്ഥാനം നൽകിയാൽ നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ ഓർഡറിലായിക്കൊള്ളും, ക്രമത്തിലായിക്കൊള്ളും. സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ പ്രാർത്ഥനാ വിഷയത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിനും ദൈവത്തിൻ്റെതിനും കൊടുത്തത്. Here in this prayer, Jesus taught us to give priority for God and everything pertaining to God. If we give priority for God, then everything will be in order. As the prophet Elijah asked that widow, sometimes that old lady, maybe that old lady, bring the first bread baked for me, then you can have the first one. ഏലിയ പ്രവാചകൻ സാരഫാത്തിലെ വിധവയോട് പറഞ്ഞത്, നീ ആദ്യം ഉണ്ടാക്കുന്ന അപ്പം എനിക്ക് കൊണ്ടുതാ. അയ്യോ, ആദ്യം അവസാനം കൂടെ ഒന്നേ ഉള്ളൂ, അത് സാരമില്ല, നീ ആദ്യം ഉണ്ടാക്കുന്നതാ. അവൾ അതങ്ങ് വിശ്വസിച്ചു, ആദ്യം ഉണ്ടാക്കിയത് കൊണ്ട് കൊടുത്തു. അതോടുകൂടെ ബാക്കി കാര്യങ്ങളൊക്കെ ക്ഷാമകാലം മുഴുവനും ക്രമമായിട്ട് കാര്യങ്ങൾ പോയി. ഇതേപോലെ ഒന്നാം സ്ഥാനം നാം കർത്താവിന് കൊടുക്കുന്നെങ്കിൽ, ദൈവിക വിഷയങ്ങൾക്ക് കൊടുക്കുന്നെങ്കിൽ, നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ അതാതിൻ്റെ ക്രമത്തിന് പോയിക്കൊള്ളും. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യങ്ങളെ ക്രമപ്പെടുത്തിയിട്ട് ദൈവത്തിൻ്റെ അത് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഒന്നും നടക്കാതെ പോകുന്നത്. കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഏതോ ഒരു യോഗത്തില് പറഞ്ഞു, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരാളിനെ കർത്താവിന്റെ വേലയ്ക്ക് വിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതുവരെ ആരുടെയും ഒന്നും വാങ്ങിച്ച് കഴിച്ചിട്ടില്ല. ഉപദേശിമാരെ വല്ലവരുടെയും കാര്യങ്ങൾ ഇതെന്ന് IAS 25,000 രൂപ മോളെ, വല്ലവരുടേതും കഴിച്ചിട്ടാ ജീവിക്കുന്നത്. എന്നെ അതിന് കിട്ടത്തില്ല. ഞാൻ വേണമെങ്കിൽ പട്ടിണി കിടന്നോളാം, പക്ഷേ എൻ്റെ കുടുംബത്തെ അങ്ങനെ ഇട്ടേക്കാൻ പറ്റത്തില്ല. Yes, it was in Dubai fasting prayer. Okay. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ നോക്കട്ടെ, എനിക്ക് അല്പം കടങ്ങളൊക്കെ ഉണ്ട്, അതും വീട്ടി ഒരു 10-25,000 രൂപ ഞാനൊരു FD കൂടെ, വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്, അതുകൊണ്ട് 25,000 രൂപ എന്ന് പറഞ്ഞാൽ അന്നൊക്കെ വലിയ എമൗണ്ട് ആകട്ടോ. ഒരു 25,000 രൂപ ഞാനൊരു FD കൂടെ ഇട്ടിട്ട് അതിൽ നിന്നുള്ള കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം കഞ്ഞി കുടിച്ചെങ്കിലും പൊക്കോളും, എനിക്ക് ഫ്രീ ആയിട്ട് കർത്താവിന്റെ വേല ചെയ്യാം. നല്ല ആശയം. എൻ്റെ അറിവിൽ ഇന്നും അദ്ദേഹം അതേ പരുവത്തിലിരിക്കുന്നതേ ഉള്ളൂ. 25,000 രൂപ FD ഇടാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. നമ്മുടെ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ട് ദൈവകാര്യങ്ങളെ ക്രമീകരിക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. സ്തോത്രം. ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമപ്പെടുത്തിയിട്ട് പിന്നെ സ്വസ്ഥമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം, ബൈബിൾ വായിക്കാന്നൊക്കെ വെച്ചിട്ട് എത്ര പ്രാവശ്യം ഉഴപ്പിട്ടുണ്ടല്ലേ. 1-2 ഫോൺ വിളിക്കാനുണ്ട്, അതൊന്ന് വിളിച്ച് എന്നിട്ട് പിന്നെ അങ്ങ് ഇരിക്കാം. എവിടെ? ഇത് സാധാരണമായ ഒരു കാര്യമാണ്.
So here Christ gave us the very order of things. First priority should go to God. ഒന്നാം സ്ഥാനം ദൈവത്തിന്. ദൈവത്തിൻ്റെ നാമം, രാജ്യം, ഇഷ്ടം. സ്തോത്രം. അത് കഴിയുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ. സ്തോത്രം. നമ്മുടെ കാര്യങ്ങൾ. സ്തോത്രം. So first priority should go to God. Give importance for God and God's name, kingdom, and His will. Then He will take care of us. He will take care of us. Stotra. Here, the next three petitions. The first three petitions we saw. Next three petitions here. ആദ്യത്തെ 3 അപേക്ഷകൾ നമ്മൾ കണ്ടു. ഇവിടെ ഇതാ അടുത്ത 3 അപേക്ഷകൾ. Please do not think that our needs are of least importance. No. Even though they are secondary or they are placed in a second place, that doesn't mean that they are not important. Of course. But more importance is for God. That's the thing. Our things are important, but more importance is for God. രണ്ടാമത് ആ കാര്യങ്ങളെ കുറിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് അത് അപ്രധാനമാണെന്ന് കരുതരുത്. പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ദൈവിക വിഷയങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക. സ്തോത്രം. ആ ഒരു വ്യത്യാസം. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ മുമ്പാകെ ആവശ്യങ്ങളുമായിട്ട് വരുന്ന ഒരു ക്രിസ്ത്യാനിയാണ് യേശു കർത്താവ് അവതരിപ്പിക്കുന്നത്. സ്തോത്രം. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തുവെങ്കിലും ദൈവം നമ്മുടെ സ്വർഗസ്ഥനായ പിതാവാകയാൽ തൻ്റെ മക്കളുടെ എவ்விധമായ ആവശ്യങ്ങളെ കുറിച്ചും ഉത്തരവാദിത്വമുള്ള ഒരു പിതാവാണവൻ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ദൈവം ഒന്നാം സ്ഥാനം അർഹിക്കുന്നു. ആഗ്രഹിക്കുന്നുവെന്നല്ല, ഒന്നാം സ്ഥാനം അർഹിക്കുന്നു. ഓക്കെ. Our God deserves first place, not that He wishes, not that He demands priority, but He deserves priority. And therefore, we should give Him what He deserves. ആരും തെറ്റിദ്ധരിക്കരുത്, ദൈവം ഒരു സ്വാർത്ഥനായിട്ട് ഒന്നാം സ്ഥാനം ആഗ്രഹിക്കുകയാണെന്ന്. അല്ല, ഒന്നാം സ്ഥാനം അവൻ അർഹിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന് അർഹമായ പ്രാഥമികത നാം നൽകുന്നു. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. സ്തോത്രം. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ദൈവത്തിന് നാം ഇങ്ങനെ ഒന്നാം സ്ഥാനം നൽകുമ്പോൾ നമ്മുടെ ദൈവം സ്വർഗസ്ഥനാണ്, പിതാവാണ്. Affectionate, loving, caring, responsible father. Okay? Affectionate, loving, caring, and responsible father. Moreover, he is an able father. ദൈവം നമ്മുടെ പിതാവായിക്കൊണ്ട് വാത്സല്യമുള്ള, സ്നേഹിക്കുന്ന, കരുതുന്ന, സ്തോത്രം, കരുതുന്ന പിതാവാണ്. മാത്രമല്ല ഉത്തരവാദിത്വമുള്ളവനാണ്. അതിലുപരി ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനാണ്.
പ്രാപ്തനുമാണ്. പ്രാപ്തനുമാണ്. ഒത്തിരി പേരുണ്ട്, ഒത്തിരി അപ്പന്മാരുണ്ട്, അമ്മമാരുണ്ട്, മക്കൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാൻ സ്നേഹം, വാത്സല്യവും കരുതലും ഉത്തരവാദിത്വം ഒക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാം? കഴിവില്ല. കുഞ്ഞുങ്ങൾക്ക് 3 നേരം വയറു നിറച്ച് ആഹാരം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിനു പോലും പലപ്പോഴും മനുഷ്യരായ മാതാപിതാക്കൾക്ക് കഴിയാതെ പോകുന്നു. ആഗ്രഹം കൊണ്ടും സൽസ്വഭാവം കൊണ്ടും കാര്യമില്ല, കഴിവും കൂടെ വേണം. നമ്മുടെ ദൈവം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, he is able, he is capable to love, to care, praise God, to provide for us. നമുക്ക് വേണ്ട എല്ലാവിധമായ ആവശ്യങ്ങളും പൂർത്തീകരിച്ചു തരാൻ മനസ്സുള്ളവനാണ്, കഴിവുള്ളവനാണ്. സ്തോത്രം. മനസ്സും കഴിവുമുള്ള നമ്മുടെ ദൈവം, പ്രൈസ് ഗോഡ്. ആ ദൈവം, സ്തോത്രം, he is concerned for our total welfare. He is concerned for our total welfare. നമ്മുടെ സമ്പൂർണമായ ആവശ്യങ്ങളെ പറ്റി കരുതലുള്ള ഒരു ദൈവം. സ്തോത്രം. That means he wants us to bring our needs, നമ്മുടെ ആവശ്യങ്ങളെ നാം കർത്താവിൽ ആശ്രയിക്കുന്നെങ്കിൽ നിവർത്തിച്ചു തരുന്ന ദൈവമാണ്. എന്തൊക്കെയാ ഇവിടെ പറയുന്നത്? നീഡ്സ് ഓഫ് ഫുഡ്, നീഡ് ഓഫ് forgiveness, need of deliverance or protection. 3 കാര്യങ്ങളാണ് ഇവിടെ ആവശ്യപ്പെടുന്നത്. നമ്മുടെ ദൈവം സ്വർഗസ്ഥനായ വത്സല പിതാവാകയാൽ നമ്മുടെ ഭക്ഷണം എന്ന ആവശ്യത്തെയും നമ്മുടെ പാപക്ഷമ എന്ന ആവശ്യത്തെയും നമുക്ക് വേണ്ടതായ വിടുതൽ അഥവാ സംരക്ഷണം എന്ന ആവശ്യത്തെയും നടത്തിത്തരുവാൻ കഴിവുള്ളവനാണ്. സ്തോത്രം. കഴിവുള്ളവനാണ്. ഈ 3 ആവശ്യങ്ങളല്ലേ നമുക്കുള്ളത്? സ്തോത്രം. ഒരു എഴുത്തുകാരൻ അതിനെ കുറിച്ച് പറഞ്ഞത്, this second petition, first group of petition, then second group of petition. Petition means prayers. Okay. This second group of petition is bringing our total needs to God's presence. Then the second group of petitions bring our total timings, our total seasons to God's presence. And third, the writer says, this second group of petitions bring the total triune God. Okay, all the members of the triune God for our provision. 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ഈ രണ്ടാമത്തെ പ്രാർത്ഥനകൾ, സ്തോത്രം, നമ്മുടെ മുഴുവൻ ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ നിരത്തുന്നു. 2, ഈ രണ്ടാമത്തെ പ്രാർത്ഥനകൾ നമ്മുടെ മുഴുവൻ സമയങ്ങളെയും ത്രികാലങ്ങളെയും തിരുമുമ്പാകെ കൊണ്ടുവരുന്നു. 3, ഈ രണ്ടാമത്തെ പ്രാർത്ഥനകൾ ത്രിയേക ദൈവത്തെ നമുക്ക് വേണ്ടി ഹാജരാക്കുന്നു, അല്ലെങ്കിൽ ത്രിയേക ദൈവത്തിൽ നമ്മുടെ ആശ്രയത്തെ വെളിപ്പെടുത്തുന്നു. Following me?
The second group of petitions do three things. First of all, takes all our needs in totality to God. Food, forgiveness, and deliverance. Second, yes, absolutely. The second petitions, the group of petitions, take all of the seasons of or times before God. നമ്മുടെ സമയത്തെ മുഴുവനുമായി ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണിത്. The present, the past, and the future. Food represents the present time. Forgiveness for the past. Deliverance for the future. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ആഹാരം എന്നത് ഇന്നിന്റെ ആവശ്യമാണ്, ഇപ്പോഴത്തെ ആവശ്യമാണ്, തൽക്കാലത്തെ ആവശ്യമാണ്. പാപങ്ങളെ അല്ലെങ്കിൽ കടങ്ങളെ ക്ഷമിക്കണമേ. Forgive us our debts. കടങ്ങളുടെ ക്ഷമ വന്നുപോയ കാര്യങ്ങൾ ഭൂതകാലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. പരീക്ഷയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ അല്ലെങ്കിൽ വിടുവിച്ചു കൊള്ളണമേ എന്നുള്ളത് ഭാവിയിൽ സംഭവിപ്പാനിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് വർത്തമാനകാലത്തെയും ഭൂതകാലത്തെയും ഭാവി കാലത്തെയും ഒരേപോലെ ദൈവമുമ്പാകെ ഹാജരാക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ രണ്ടാമത്തെ പ്രാർത്ഥന. So this second prayer brings our present, past, and future before God. When we pray for our daily bread, or that is for food, that is the need of today, the present time. Second, we are praying for, or we are to pray for forgiveness of our debts. That's already done, already happened. That takes us back to the past. And do not let us enter into temptation. Deliver us from the evil one. That is for the future. സ്തോത്രം. അപ്പോൾ ഒന്ന്, നമ്മുടെ മുഴുവൻ ആവശ്യങ്ങളെയും ദൈവമുമ്പാകെ കൊണ്ടുവരുന്നു. രണ്ട്, ത്രികാലങ്ങളെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. മൂന്നാമത്തേത്, ത്രിയേക ദൈവത്തെ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ കാണുകയാണ്. സ്തോത്രം. ആഹാരം തരുന്നത് പിതാവ്, പാപം ക്ഷമിക്കുന്നത് പുത്രൻ, പരീക്ഷകളിൽ നിന്നും നമ്മെ വിടുവിക്കുന്നത്, ദുഷ്ടനിൽ നിന്ന് നമ്മളെ കാക്കുന്നത് പരിശുദ്ധാത്മാവ് എന്ന നിലയിലാണ് ത്രിയേക ദൈവത്തിന്റെ ഒരു തിരിച്ചറിവ് ഈ പ്രാർത്ഥനാ വാചകങ്ങളിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ പ്രാർത്ഥന, ഈ രണ്ടാമത്തെ പ്രാർത്ഥനകൾ, സ്തോത്രം, നമ്മെ വളരെയധികം ദൈവത്തോട് അടുപ്പിക്കുന്നതും നമ്മൾ വളരെ ഹൃദ്യമായി തിരുമുമ്പാകെ വയ്ക്കുന്നതുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്തോത്രം ആവശ്യങ്ങളെ നമുക്ക് ദൈവത്തിന്റെ തിരുമുമ്പാകെ കൊണ്ടുവരുവാൻ അനുവാദമുണ്ട് കേട്ടോ. സ്തോത്രം. Certainly we can pray for our necessities. Bible is not against, or the New Testament is not against, or Christ is not against
praying for our needs, praying for our necessities. സ്തോത്രം. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ബൈബിൾ എതിരല്ല. നമ്മുടെ ആവശ്യങ്ങളെ തിരുമുമ്പാകെ വെക്കുന്നതിന് പുതിയ നിയമം അല്ലെങ്കിൽ ക്രിസ്തു എതിരല്ല. വീണ്ടും ചോദ്യം, ദൈവത്തിന് അറിയത്തില്ലല്ലോ, പിന്നെന്തിനാ? സ്തോത്രം. നമ്മളതിന് ഉത്തരം നേരത്തെ പറഞ്ഞതാണ്. എങ്കിലും നിങ്ങളെയും കൂടെ ഒന്ന് കൂട്ടണമല്ലോ കൂടത്തിൽ. അതുകൊണ്ടൊന്ന് പറഞ്ഞേരെ. നമ്മുടെ ആവശ്യങ്ങളൊക്കെ അറിയുന്നവനാണെന്ന് 6-ാം അധ്യായം നമ്മൾ 5-ാമത്തെ വാക്യത്തിൽ 6-ാമത്തെ വാക്യത്തിൽ കണ്ടിരുന്നല്ലോ. സ്തോത്രം. 6-ാമത്തെയും 8-ാമത്തെയും വാക്യങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു നമ്മുടെ ആവശ്യങ്ങളെ രഹസ്യത്തിൽ കാണുന്ന ഒരു പിതാവ്. സ്തോത്രം അല്ലേ? ഒന്ന് വായിച്ചോളൂ ഒന്നും കൂടെ, മറന്നു പോകാതെ. Verse 6. When you pray, go into your room, close the door and pray to your Father who is unseen. Then your Father who sees what is done in secret will reward you. Verse 8. Verse 8, yeah. Do not be like them, for your Father knows what you need before you ask him. Even before you ask him, your Father knows what you are in need of. Then what is the need of requesting God? രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവ് നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തെന്ന് അറിയുന്നു. സ്തോത്രം. പിന്നെ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? സ്തോത്രം. നിങ്ങളും കൂടെ ഒന്ന് വന്നേരെ കൂടെ. നമ്മുടെ ദൈവത്തോട് ചോദിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടി? നമ്മുടെ പിതാവായതുകൊണ്ട്. പിതാവായതുകൊണ്ട് നമ്മെ അത് ലഭിക്കാൻ പ്രാപ്തരാക്കാൻ. ഓക്കെ. നമ്മളാൽ ഒന്നും കഴിയുകയില്ല എന്ന് സമ്മതിച്ച് ദൈവസന്നിധിയിൽ അടുത്ത് വരിക. ദൈവത്തിലുള്ള ആശ്രയം. യെസ്. വേറെ 3 പേര് ചാറ്റ് ബോക്സിൽ ഉത്തരം തന്നു. കറക്റ്റ് ആയിരുന്നു. നിങ്ങൾ എല്ലാവരും പറഞ്ഞത് ശരിയാണെങ്കിലും കൂടുതൽ ശരിയുള്ളത് ഇതാണ്. To prove or to establish our total reliance or dependence upon him. സ്തോത്രം. ഓർക്കുക, putting forth our necessities before God, putting forth our needs before God should not be from fear and anxiety, but from reliance, from dependence. എപ്പോഴും ഓർത്തോണം അത്. നമ്മുടെ ആവശ്യങ്ങളെ പ്രാർത്ഥനയിലൂടെ തിരുമുമ്പാകെ വയ്ക്കുന്നത് ആശങ്കകളിൽ നിന്നും ഭയത്തിൽ നിന്നും ആകരുത്. മനസ്സിലായോ? ഭയത്തിൽ നിന്നും ആകുലതകളിൽ നിന്നും ആശങ്കകളിൽ നിന്നും ആകരുത് നമ്മൾ നമ്മുടെ ആവശ്യങ്ങളെ ദൈവം മുമ്പാകെ വയ്ക്കുന്നത്. പിന്നെ എന്തിൽ നിന്നാകണം? ആശ്രയബോധത്തിൽ നിന്നാകണം. സ്തോത്രം. ആശ്രയബോധത്തിൽ നിന്ന്. പക്ഷേ ഈ വിഷയത്തിലും ഞാൻ പലപ്പോഴും അധികം പേരിൽ നിന്നും കണ്ടിട്ടുള്ളത് പ്രാർത്ഥിക്കാറുണ്ടെങ്കിലും ആശങ്കകളിൽ നിന്ന്. നോ, അരുത്.
അത് കർത്താവ് വെറുക്കുന്നു. അതൊക്കെ ഏതാണ്ടൊരു മാർത്തയുടെ പരിപാടിയാണ്. കർത്താവ് അതിനെയൊക്കെ ശാസിച്ചിട്ടുണ്ട്. ആശങ്കകൾ, ഭയങ്ങൾ, പരാതികൾ, സ്തോത്രം, അത് പാടില്ല. പിന്നെന്താണ് വേണ്ടത്? സ്തോത്രം. Yes, worry and prayer never will go together. സ്തോത്രം. It's a dedication of our dependence on him. Right? ദൈവത്തിലുള്ള ആശ്രയബോധമാണ് നമ്മെ പ്രാർത്ഥനയിലേക്ക് നയിക്കേണ്ടത്. പക്ഷെ പലരും ആശങ്കപ്പെടുമ്പോഴാണ് ആവലാതിപ്പെടുന്നത് കേട്ടോ. ആശങ്കപ്പെടുമ്പോഴാണ്, ഭയപ്പെടുമ്പോഴാണ് ജൽപ്പനം ചെയ്യുന്നത്. സ്തോത്രം. ജൽപ്പനം ചെയ്യുന്നത് അത് പാടില്ല, അത് പാടില്ല. നമ്മുടെ ഏതൊരാവശ്യവുമായും നമുക്ക് ദൈവസന്നിധിയിലേക്ക് ചെല്ലാം. എപ്പോൾ വേണമെങ്കിലും ചെല്ലാം, എവിടെ വെച്ച് വേണമെങ്കിലും ചെല്ലാം. പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സമയമില്ല, സ്ഥലമില്ല. സ്തോത്രം. പഴയ നിയമത്തിലായിരുന്നെങ്കിൽ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒക്കെ സമയവും സ്ഥലങ്ങളും നിശ്ചയിക്കപ്പെട്ടിരുന്നു. പുതിയ നിയമത്തിൽ അങ്ങനെയില്ല. ഏത് സമയത്തും എവിടെ വെച്ചും സ്തോത്രം നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിക്കാം. ദൈവമേ, ഇങ്ങനൊരാവശ്യമുണ്ട്, ഇതാ ഞാൻ അങ്ങയിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നു. ആവശ്യം ചെറുതാകാം, ആവശ്യം വലുതാകാം. രണ്ടായാലും ദൈവമേ, ഞാൻ അസഹായനാണ്, നിസ്സഹായനാണ്, എന്നെ കൊണ്ട് കഴിയില്ല, എൻ്റെ റിസോഴ്സസ് കൊണ്ട്, എൻ്റെ കാര്യാദികൾ കൊണ്ട് ഇത് സാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. ഞാൻ അങ്ങയിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നു. സഹായിക്കണമേ. സ്തോത്രം. ദാവീദ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. യുദ്ധങ്ങളിലൊക്കെ തനിക്ക് തൻ്റെ കഴിവിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. സ്തോത്രം. തൻ്റെ കഴിവിൽ ദാവീദിന് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണല്ലോ സിംഹത്തെയും കരടിയെയും ഒക്കെ കീറിക്കളഞ്ഞത്. ഗോലിയാത്തിന്റെ നേരെ ചെല്ലുവാൻ ദാവീദിന് ശക്തി പകർന്നത്. പക്ഷേ പല സന്ദർഭങ്ങളിലും ദാവീദ് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാൻ പോകണോ? അവരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമോ? എന്താണ് അങ്ങയുടെ ഹിതം? അതാണ് ഡിപ്പെൻഡൻസ്, അതാണ് ആശ്രയം. സ്തോത്രം. ഭയവും ആകുലതയും അല്ല നമ്മെ പ്രാർത്ഥനയിലേക്ക് നയിക്കേണ്ടത്. ആകുലത വരുമ്പോൾ ആവലാതികളായി നമ്മുടെ പ്രാർത്ഥനകൾ മാറും, ആശ്രയങ്ങളായിട്ടിരിക്കത്തില്ല. ആവലാതികൾ ആണ് ജൽപ്പനങ്ങളായി തീരുന്നത്. അത് ജാതികളുടെ പ്രാർത്ഥനാ രീതിയാണ്. പാടില്ല. സ്തോത്രം. ഉറക്ക നിലവിളിക്കാം, ഒക്കെ ശരിയാ. നമ്മുടെ ആവശ്യത്തിന്റെ അവസ്ഥകൾ, ആ അവസ്ഥകൾക്കനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനയുടെ തീവ്രതയൊക്കെ കൂടും, തീർച്ചയായും. പക്ഷെ ഒന്നും ആശങ്കകളിലേക്ക് നമ്മെ തള്ളിക്കളയരുത്. Never should be allowed to be pushed into anxiety and fear. Fear of the situation, anxiety for the future. But instead, whatever be the problem, the situation, let's trust completely in God.
Let's trust God for everything. For everything. Even do not hasten God for doing something for us. Allow the Lord to work in His way and in His time. Praise God. നാം ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ നമ്മുടെ സമയത്ത് നമ്മുടെ രീതിയിൽ ദൈവം വല്ലതും ചെയ്യാൻ നമ്മൾ ദൈവത്തെ സ്വാധീനിക്കാൻ പോകത്തില്ല. ദൈവത്തിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തത്തില്ല. പറഞ്ഞ മനസ്സിലായോ? നാം ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ നമ്മുടെ സമയത്ത് നമ്മുടെ രീതിയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവത്തിന്റെ മേൽ നാം സമ്മർദ്ദം ചെലുത്തുകയില്ല. പിന്നെ ദൈവത്തിന്റെ നേരത്ത് ദൈവത്തിന്റെ രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട് നാം ദൈവത്തിന് സമ്പൂർണമായ സ്വാതന്ത്ര്യം കൊടുക്കും. Got it? മനസ്സിലായോ? ആവർത്തിക്കണ്ടല്ലോ. Clear. Okay. Praise God. So prayer should be proof of our dependence, total reliance on God. Rely on Him, His abilities. Don't fear the power of the enemy. Don't fear the power of the problem. But let's believe and trust the ability of God. Let's trust the sovereignty of God. Let's trust the love of God. ദൈവത്തിന്റെ സ്നേഹത്തെയും പരമാധികാരത്തെയും ദൈവത്തിന്റെ സർവശക്തിത്വത്തെയും പൂർണ്ണമായും വിശ്വസിച്ച് നമുക്ക് ഉറയ്ക്കാം, ആശ്രയിക്കാം. ദൈവം എന്നെ സ്നേഹിക്കുന്ന പിതാവാണ് എന്ന ഉറപ്പ്, ആശ്രയമുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ അയ്യോ കർത്താവേ കർത്താവെന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ശല്യപ്പെടുത്തതൊന്നുമില്ല. സ്തോത്രം. Praise the Lord. So here in this second petition, we see taking our total needs, our total time to total God. Okay. നാം ഈ രണ്ടാമത്തെ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രാർത്ഥനകളിലായിട്ട് കാണുന്നത് നമ്മുടെ സമ്പൂർണ്ണ ആവശ്യങ്ങളെയും സമ്പൂർണ്ണ കാലങ്ങളെയും സമ്പൂർണ്ണ ദൈവത്തിങ്കലേക്ക്, ത്രിയേക ദൈവത്തിങ്കലേക്ക് നാം കൊണ്ട് എത്തിക്കുന്ന ഒരവസ്ഥയാണ്. സ്തോത്രം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുതേ. ദുഷ്ടങ്കിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ, അല്ലെങ്കിൽ കാത്തുകൊള്ളണമേ. സ്തോത്രം. ഇന്ന് രാത്രിയിലും ദൈവമക്കളെ, നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ നമുക്കതുമായി ദൈവസന്നിധിയിലേക്ക് അടുത്തിയല്ല. ഇവിടെ കണ്ടോ, വർത്തമാനകാലത്തെ ആവശ്യങ്ങൾ ഭൗതികങ്ങളാകാം, ഭൂതകാലത്തെ കാര്യങ്ങൾ പാപക്ഷമയ്ക്ക് വേണ്ടിയാകാം, ഭാവി കാലത്തേത് ജയകരമായ ജീവിതത്തിന് വേണ്ടിയുള്ളതാകാം. സ്തോത്രം.
കാര്യം മനസ്സിലായോ? എല്ലാവരും ഉണ്ടല്ലോ കൂടെ? മനസ്സിലായി. ഓക്കെ, എങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കുന്നു. നമ്മുടെ ഭാവി കാലങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഈ തരത്തിലാണോ? ഈ തത്വം അനുസരിച്ചാണോ? Here see, the present needs are material needs. Okay, the material needs here put forth before God, they are temporary or the contemporary needs of today. But when we pray for the past, that is for forgiveness of the done sins. But when we pray for the future, they are for a life that overcomes. Okay, a life that overcomes the temptations, overcomes the wicked one. That's for a victorious life. That's for a life that is with God. But the thing, do we pray according to this principle? That means simply putting forth our temporary needs before God, begging for past, begging for forgiveness of the past sins, and praying for the future protection from sin and snares. ഈ തത്വം അനുസരിച്ചാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ ഇന്നിന്റെ ഭൗതിക ആവശ്യങ്ങളാണോ തിരുമുമ്പിൽ വയ്ക്കാറുള്ളത്? മുൻകാലങ്ങളിൽ നമ്മൾ വന്നുപോയ പാപങ്ങളുടെ ക്ഷമയ്ക്ക് വേണ്ടി നമ്മൾ യാചിക്കാറുണ്ടോ? നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഭാവിയെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ടോ? സ്തോത്രം. മനസ്സിലായല്ലോ? അതിന്റെ ഉത്തരം നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? നമ്മൾ ഭാവിയെ കുറിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആത്മീയ ഭാവിയെ കുറിച്ചും ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടിയുമൊക്കെയാണോ? Praise the Lord. Sometimes future material needsന് വേണ്ടിയും പ്രാർത്ഥിക്കാറുണ്ട്. Yeah. അധികം പേരുടെയും പ്രാർത്ഥനകൾ ഭൗതികമായ ഭാവിക്ക് വേണ്ടിയാണ്. ആത്മീയമായ ഭാവിക്ക് വേണ്ടി എന്നതിനേക്കാൾ ഭൗതികമായ ഭാവിക്ക് വേണ്ടിയാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത്. പലപ്പോഴും നമ്മൾ 6-ാം അധ്യായം 34-ാം വാക്യത്തിൽ നിന്നും ചിന്തിച്ചിട്ടുള്ളത് പോലെ നാളെയെ കുറിച്ചുള്ള ഭൗതിക നാളെയെ കുറിച്ചുള്ള ഒരു ഭാരം, ആശങ്ക നമുക്ക് പാടില്ല. സ്തോത്രം. ഭൗതിക വിഷയങ്ങൾ ഇപ്പോഴത്തേത് മതി. സ്തോത്രം. ഇപ്പോഴത്തേക്ക് ഉള്ളത്. ഈ ഒരു സിദ്ധാന്തം, ഈ ഒരു തത്വം അനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീരണം. അത് നമ്മൾ എന്താ ചെയ്യുന്നത്? എന്താ പറയുന്നേ? പ്രാക്ടീസ് ചെയ്യണം. ആത്മാർത്ഥമായ മനസ്സിൽ നിന്ന്. ഒറ്റയടിക്ക് ചിലപ്പോൾ അത് സാധ്യമല്ല. കാരണം നമ്മൾ പഠിച്ചു വന്ന പ്രാർത്ഥനാ രീതികൾ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. നമ്മുടെ ഭൗതികമായ ഭാവിയെ കുറിച്ചൊക്കെ ഓർത്താണ് നമ്മൾ പലപ്പോഴും ആശങ്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നത്. വളരെ ഭയമാണ് പലപ്പോഴും നമുക്കുണ്ടാവുന്നത്.
സ്തോത്രം. എന്നാൽ അതിന് പകരം നമ്മുടെ ആത്മീയ ഭാവിയെ കർത്താവേ, പാപം നിറഞ്ഞ ലോകത്തിൽ പ്രലോഭനങ്ങൾക്കും പരീക്ഷകൾക്കും ഞാൻ അടിപ്പെട്ടും അകപ്പെട്ടും പോകാതെ അങ്ങ് സൂക്ഷിക്കണമേ. സ്തോത്രം. അങ്ങനെ നാം പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഇന്നലെ രാവിലത്തെ മീറ്റിംഗിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ യൂദായുടെ വാക്കുകൾ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ നമ്മുടെ ദൈവം ശക്തനാണ്. ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തിയ നമ്മുടെ കർത്താവ് പ്രലോഭനങ്ങളിൽപ്പെട്ട് നമ്മുടെ കാലുകൾ കുഴഞ്ഞു പോകാതെ, നമ്മുടെ ഏപ്പുകൾ ആടിപ്പോകാതെ, സ്തോത്രം, നമ്മെ സൂക്ഷിക്കുവാൻ മതിയായവനാണ്. നമ്മുടെ ദൈവത്തെ, ആവർത്തിക്കുന്നു, നമ്മുടെ ദൈവത്തെ, ദൈവം ആരാണ് എന്ന വ്യക്തമായ ഒരു തിരിച്ചറിവോടെ നാം പ്രാർത്ഥിക്കുന്നവരാകണം. സ്തോത്രം. സ്വർഗസ്ഥനായ സ്നേഹമുള്ള പിതാവ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പിന്നെയും ഓർപ്പിക്കട്ടെ, ഭൗതിക ഭാവിയെ കുറിച്ച് ഓർത്ത് ആരെങ്കിലും ആകുലപ്പെടുന്നെങ്കിൽ ആ ആകുലതകളിൽ, സ്തോത്രം, ദൈവത്തിന്റെ യാതൊരു പങ്കുമില്ലെന്ന് ഓർത്തോണം. ഇന്നലെ ഞാൻ വീട്ടിൽ വിളിച്ച് സംസാരിച്ച സമയത്ത് ഇങ്ങനെ പറഞ്ഞു, മഴയുടെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട്, ഇപ്രാവശ്യത്തെ മഴയുടെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പറയായിരുന്നു, കാലാവസ്ഥാ വിഭാഗക്കാര് പറയുന്നത് അടുത്ത വർഷങ്ങളിൽ കേരളത്തിൽ ഈ വർഷത്തെക്കാൾ അധികം മഴ പെയ്യും എന്നാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നമുക്കറിയാം. അതേക്കുറിച്ച് കർത്താവ് പറഞ്ഞതുപോലെ ആകാശത്തിന് ശക്തി ഇളകുന്നതാൽ ഭൂവിൽ എന്ത് ഭവിക്കും എന്ന് ഓർത്തുകൊണ്ട് ഭൂവാസികളൊക്കെ നടുക്കം പിടിച്ചിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഒരു ചെറിയ ആശങ്ക, ഒരു ചെറിയ ഇങ്ങനെയൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത്, എന്തായിരിക്കും ഗതി എന്നൊക്കെ ഒരു ഫ്ലാഷ് മനസ്സിലൂടെ പോയി. പെട്ടെന്ന് ഈ കാര്യം ഓർമ്മ വന്നു. എത്ര കാലാവസ്ഥ വ്യതിയാനങ്ങൾ നടന്നാലും നമ്മൾ എന്തിനു ഭയപ്പെടണം? സ്തോത്രം. എന്തിനു ഭയപ്പെടണം? കോരഹപുത്രന്മാര് പറഞ്ഞതുപോലെ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. അതുകൊണ്ട് ഭൂമി മാറിപ്പോകട്ടെ, പിന്നെ പർവ്വതങ്ങളിൽ കുലുങ്ങി കുലുങ്ങി കടലിൽ വീഴട്ടെ, കടലിൽ സുനാമി ഉണ്ടായിട്ട് മലകളൊക്കെ മൂടിപ്പോകട്ടെ, പക്ഷെ ഞാൻ കുലുങ്ങത്തില്ലെന്ന്. സ്തോത്രം. ആ ഒരു ആശ്രയം എന്താ? ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണെന്നുള്ള തിരിച്ചറിവ്. ആ ദൈവവുമായിട്ടുള്ള നമ്മുടെ വ്യക്തിബന്ധം ഇന്ന് രാത്രിയിലും അതിനുവേണ്ടി നാം ഒരുങ്ങിയാൽ നമ്മുടെ ഭൗതിക ഭാവിയെ കുറിച്ച് ലേശവും ഭയപ്പെടുകയില്ല. ഭൗമിക നാളുകൾ തീരും വരെ ഭദ്രമായി പാലിക്കും പരമനെന്നെ. സ്തോത്രം. അതുകൊണ്ട് ഭാരമില്ല, തെല്ലും ഭീതിയില്ല, ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. അതുകൊണ്ട് നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള മുഴുവൻ ആശങ്കകളെയും വിട്ടിട്ട് നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കാം. ആ ആശ്രയബോധത്തോടെ നിരന്തരം മുൻപോട്ട് ജീവിക്കുവാൻ, കർത്താവിന്റെ കരങ്ങളിലേക്ക്
നമ്മെ നമുക്ക് പിന്നെയും സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. കർത്താവിൻ്റെ വരവിന് താമസമായാൽ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചിന്തിക്കാം.